നമസ്കാരം. അഖിൽ മാരാർ അതുവരെ ടെലിവിഷൻ ചർച്ചകളിലൂടെ മാത്രം മലയാളികൾ കണ്ടു പരിചയിച്ച അഖിൽ മാരാറിന് മലയാളികൾക്ക് മുന്നിൽ വലിയൊരു ഐഡന്റിറ്റി കിട്ടുന്നത് ബിഗ് ബോസ് 5-ലെ ജേതാവായതിന് ശേഷമാണ്. പിണറായി സർക്കാരിൻ്റെ പ്രവർത്തികളെ പച്ചയ്ക്ക് വിമർശിച്ചതിൻ്റെ പേരിൽ അയാൾ സംഘിയായി, കൊങ്ങിയായി. CPM-ഉം പിണറായി വിജയനും അഖിലിൻ്റെ പ്രധാന വിഷയങ്ങളായപ്പോൾ പ്രതികാര നടപടികളും പിന്നാലെ എത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കുന്ന കാര്യത്തിൽ കണക്ക് ചോദിച്ചതിൻ്റെ പേരിൽ നിയമ നടപടികളും കടുത്ത സൈബർ അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നു അഖിലിന്. എന്നാൽ പിണറായി സത്തെ എതിർക്കുന്ന ഓരോരുത്തരും അഖിലിനൊപ്പം കൂടി. അഖിലിൻ്റെ പ്രതിരോധ കവചങ്ങളായി. BJP ഐക്യദാർഢ്യവുമായി എത്തിയപ്പോൾ കോൺഗ്രസും മൗനമായി അഖിലിൻ്റെ ആശയങ്ങൾ ശരിവച്ചു. ഒടുവിലായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വിഷയത്തിൽ അഖിൽ നടത്തിയ പരാമർശങ്ങൾ ചൂടുപിടിക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലമെന്ത്, അദ്ദേഹത്തിനുള്ളിലെ യഥാർത്ഥ രാഷ്ട്രീയമെന്ത് എന്ന് ചികയുകയാണ് കേരളക്കര. മൂന്ന് ഘട്ടങ്ങളിലാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് അഖിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അഖിൽ രാജിൻ്റെ ജീവിതം. 2, അഖിൽ കോട്ടാത്തലയുടെ ജീവിതം. 3, അഖിൽ മാരാരുടെ ജീവിതം. സ്കൂളിലും കോളേജിലും അയാൾ അഖിൽ രാജായിരുന്നു. പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു ജ്യൂസ് കട തുറക്കുന്നു. ആ ഇടയ്ക്ക് സ്വന്തം കൂട്ടുകാരന് വേണ്ടി ജീവിതത്തിൽ ആദ്യമായി അഖിൽ അടിയുണ്ടാക്കുന്നു. അത് കേസാകുന്നു. സ്റ്റേഷനിൽ പേര് ചോദിച്ച SIയോട് പേരായി പറഞ്ഞത് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. അങ്ങനെ അഖിൽ രാജ അഖിൽ കോട്ടാത്തലയായി. അങ്ങനെ വിവാദ നായകനായി വീട്ടിലും നാട്ടിലും ഇരിക്കെയാണ് സുഹൃത്ത് വഴി ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറുന്നത്. അഖിൽ കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ സ്ക്രീനിൽ തെളിയുമ്പോൾ പല രീതിയിൽ വായിക്കപ്പെടാം എന്നതുകൊണ്ട് അഖിൽ കോട്ടാത്തല അഖിൽ മാരാറാകുന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഒരു സ്വതന്ത്ര സംവിധായകനാകാൻ. തൻ്റെ ആദ്യ സിനിമ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ജോജു ജോർജ് നായകനായി എത്തിയ ഒരു താത്വിക അവലോകനം എന്ന ചിത്രം പ്രധാനമായും ചർച്ച ചെയ്തത് ഇടത് സർക്കാർ ചെയ്തു വരുന്ന ജനവിരുദ്ധ നയങ്ങളായിരുന്നു. അതിനോടകം തന്നെ പല ചാനൽ ചർച്ചകളിലൂടെയും പ്രസംഗവേദികളിലൂടെയും ഇടത് സർക്കാരിനോടുള്ള അമർഷം അഖിൽ പരസ്യമായി അറിയിച്ചിരുന്നു. അഗ്രസീവായി വിഷയങ്ങളെ സമീപിക്കുന്ന അഖിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അങ്ങനെ ബിഗ് ബോസ് വേദിയിൽ എത്തുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിജയിയായി ഇറങ്ങിയ അഖിലിനെ സംബന്ധിച്ച് പുതിയ ലോകമായിരുന്നു പിന്നീട്. ഉദ്ഘാടന വേദികളും പ്രസംഗവേദികളും ഇന്റർവ്യൂകളുമായി തിളങ്ങി. മൂർച്ച കൂട്ടിയ വാക്കുകളുമായി കളം നിറങ്ങിയപ്പോൾ അഖിലിന് ശത്രുക്കളും ഏറി. കടുത്ത പിണറായി വിരുദ്ധത, ഇടതുപക്ഷ സമീപനങ്ങളോടുള്ള നിശീത വിമർശനം എന്നിവയെല്ലാം അഖിൽ മാരാറിനെ വാർത്താ താരമാക്കി. അയാളുടെ വാക്കുകൾ BJP പരസ്യമായി എടുത്തിട്ട് ആഘോഷിച്ചു. അങ്ങനെ അഖിലിന് സംഘിപ്പട്ടം കിട്ടുന്നു. താനൊരു സംഘിയല്ല, സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എന്ന് ആവർത്തിച്ച് ആരോപിക്കുമ്പോഴും ഇടത് സൈബർ സഖാക്കൾ അയാളെ തീവ്ര സംഘിയാക്കി പിണറായി സർക്കാരിനെ വിളിപ്പിക്കാൻ കിണങ്ങി ശ്രമിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസിലായാലും BJPയിലായാലും തനിക്ക് നേരിട്ട് ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നും പ്രധാന സ്ഥാനങ്ങളിലേക്ക് വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് എന്നും പലവട്ടം അഖിൽ തൻ്റെ വാക്കുകളിലൂടെ കേരള സമൂഹത്തെ അറിയിച്ചിട്ടുള്ളതുമാണ്. സൈബർ സഖാക്കൾ തൊടുത്തുവിട്ട ഓരോ തെരുവുകളും അഖിലിൻ്റെ മൈലേജിന് കരുത്തുമായി. BJP ട്രാക്ക് മാറ്റാൻ കോൺഗ്രസിനെയും തൊട്ടും തലോടിയും തന്നെയാണ് അഖിൽ മുന്നോട്ട് പോയത്. എന്നാൽ അടുത്ത കാലത്തായി അഖിലിന് കോൺഗ്രസ് അനുഭാവം ഉണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചകൾ വന്നു. അഖിൽ മാരാർ വരാൻ പോകുന്ന കൊട്ടാരക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കും എന്ന പറച്ചിലുകൾ വരെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അഖിൽ ട്രാക്ക് മാറ്റുകയാണോ എന്ന സംശയങ്ങൾക്കിടയിലാണ് പഹൽഗാം വിഷയവും ഓപ്പറേഷൻ സിന്ദൂറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്. വെടിനിർത്തലിനെ ചോദ്യം ചെയ്തും മോദി സർക്കാരിനെ വിമർശിച്ചും ട്രംപിന്റെ ഇടപെടലുമെല്ലാം എടുത്തിട്ടലക്കിയ അഖിലിന്റെ വാക്കുകൾ എല്ലാവരെയും അമ്പരപ്പിച്ചു. സമൂഹ മാധ്യമം വഴി ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ അഖിൽ മാരാർക്കെതിരെ കേസ് വന്നു. BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ഉള്ളടക്കത്തിൽ രാജ്യവിരുദ്ധ പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP നേതാവിൻ്റെ പരാതി. രാജ്യം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് പാകിസ്ഥാനോടുള്ള മറുപടിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുമ്പോഴും അഖിലിൻ്റെ വേറിട്ട നിലപാട് ഒരുപാട് ചർച്ചകൾക്കും വഴിവെച്ചു. എന്തായിരിക്കും അതിനുള്ള ചേതോവികാരം? അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന പ്രചരണം അപ്പോഴാണ് വീണ്ടും സജീവമായത്.
സാമൂഹ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ദുഷ്പ്രവർത്തികളെ മടിയേതുമില്ലാതെ വിളിച്ചു പറയാനും അത് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അഖിലിനും മുൻതൂക്കം നൽകുന്ന കാര്യമാണ്. അതേസമയം സംഘിപ്പട്ടം അകറ്റാനും ഇടതുപക്ഷ പ്രവർത്തികളെ എതിർക്കാനും പറ്റിയ പ്ലാറ്റ്ഫോമായിട്ടാണ് അഖിൽ കോൺഗ്രസിനെ തിരഞ്ഞെടുത്ത് കാണുക. ഏതായാലും അഖിലിന്റെ ഈ ഒരു സാഹചര്യത്തിലെ പ്രതികരണം ശരിയായോ? തെറ്റായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ രാജ്യത്തിനെതിരെ പറയുന്നില്ല എങ്കിൽ പോലും യുദ്ധാന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് അഖിൽ മൗനം തുടരേണ്ടിയിരുന്നു. ശക്തമായ നടപടികൾ എടുക്കാൻ സൈന്യത്തിന് കേന്ദ്രം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ ഒരു വിഷയമായിരുന്നു ഇത്. പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ ഔദ്യോഗിക ചർച്ചകൾക്കായി അല്ലാതെ യുദ്ധ സാഹചര്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. സൈന്യത്തിന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയ അതേ കേന്ദ്രത്തെ വിമർശിക്കുന്നത് സൈന്യത്തിനെതിരെ തിരിയുന്നത് പോലെയാകില്ലേ? സ്വാഭാവികമായും അത് പാകിസ്ഥാന് അനുകൂലമായി പോകില്ലേ? പലവിധ പാർട്ടികളാൽ വേർതിരിക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ സ്വാർത്ഥ രാഷ്ട്രീയം കുത്തിക്കയറ്റിയതിന് തുല്യമായി പോയില്ലേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ? ആരോപണം വന്നാലും അതിനെ തള്ളിപ്പറയാൻ സാധിക്കുമോ? പെട്ടെന്ന് എങ്ങനെ വെടിനിർത്തൽ ഉണ്ടായി എന്നത് നമുക്ക് അറിയാത്ത കാര്യമാണ്. അത് സൈന്യത്തിനറിയാം. നയതന്ത്ര കാര്യങ്ങളാണ് അതൊക്കെ. രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന രഹസ്യങ്ങളോ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളോ അതിൽ ഒരുപക്ഷെ ഉണ്ടാകും. അതെല്ലാം പരിഗണിച്ച് വേണം കേന്ദ്രത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. മാത്രമല്ല, ഒരു രാജ്യം അവരുടെ യുദ്ധ സ്ട്രാറ്റജി ഒരിക്കലും പുറത്തുവിടാറില്ല. അത് പരസ്യമാക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവർ പോലും അഖിലിൻ്റെ നിലപാടിനൊപ്പം ചേരുകയില്ല. തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഗതി തിരിച്ചുവിടാൻ ഇതിൽ പരം മറ്റൊരു അവസരം അഖിലിന് ഇനി കിട്ടി എന്ന് വരില്ല. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, തള്ളിപ്പറഞ്ഞ കമ്മികളും അഖിലിനെ വാഴ്ത്തി ഇപ്പോൾ എത്തുന്നുണ്ട് എന്നതാണ്. എം സ്വരാജിന്റെ വിവാദ പരാമർശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഇടതുപക്ഷത്തിന് അഖിൽ മൂർച്ചയേറിയ ഒരു ആയുധം ഇട്ടുകൊടുക്കുകയായിരുന്നു തൻ്റെ വാക്കുകളിലൂടെ. മണിക്കൂറുകൾക്ക് മുൻപ് ചാണകസംഖ്യയായിരുന്ന അഖിൽ മാരാർ ഇന്ന് ഇടത് ക്യാമ്പിന് നിഷ്പക്ഷത വിളമ്പുന്ന പോരാളിയാണ്. അടിതെറ്റി നിന്ന കോൺഗ്രസിനും അഖിലിന്റെ വാക്കുകൾ തുണയായി. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലേബൽ കിട്ടാനുള്ള ഒരു സ്മൂത്ത് ഷിഫ്റ്റിംഗ് എന്ന രീതിയിൽ അഖിലിന്റെ പരാമർശങ്ങളെ നമുക്ക് കണക്കാക്കാം. അഖിലിന്റെ രാഷ്ട്രീയം അത് എന്ത് തന്നെയായാലും അത് പറയാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സമയം അല്ലെങ്കിൽ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടിയിരുന്നു. വീണ്ടും പറയട്ടെ, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു രാജ്യദ്രോഹിയായി അല്ല ഇവിടെ അഖിലിനെ ചിത്രീകരിക്കുന്നത്. അതിന് അഖിൽ രാജ്യത്തിനെതിരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞത് രാഷ്ട്രീയമാണ്. അഖിലിൻ്റെ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ വൈകാരികതയുമായി കൂട്ടിക്കെട്ടിയതിലാണ് തെറ്റ്.